നമസ്കാരം. ഇന്നലെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. KPCC ആസ്ഥാനത്തിൻ്റെ മുറ്റത്ത് വെച്ച് മാധ്യമപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും മധ്യത്തിൽ വെച്ച് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന നേതാവ് ബിന്ദു കൃഷ്ണയെ, നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഒരു തവണയല്ല, രണ്ടു തവണയല്ല, 3 തവണ. മൂന്നാമത്തെ തവണ കൈ തട്ടിമാറ്റി അവർ ചിരിയോടുകൂടി അകത്തേക്ക് പോവുകയാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ മുഖഭാവവും ശരീരഭാഷയും വ്യക്തമാക്കുന്നത് അതൊരിക്കലും ഒരു സ്നേഹാലിംഗനമായിരുന്നില്ല എന്നുള്ളതാണ്. അത് പ്രശ്നം അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നീട് ഷാനിമോൾ ഉസ്മാൻ അവിടെ വരുന്നു. ഷാനിമോൾ ഉസ്മാനെയും ഇത്തരത്തിൽ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നു. സഹപ്രവർത്തകനാണല്ലോ, ഒരു മുതിർന്ന നേതാവാണല്ലോ എന്ന് കരുതിയായിരിക്കണം അവർ ഒരു സഹോദര തുല്യമായിട്ടുള്ളൊരു സ്നേഹത്തോടു കൂടി ചെറിയാൻ ഫിലിപ്പിനെ ആലിംഗനം ചെയ്യുന്നു. പക്ഷേ രണ്ടാമത് വീണ്ടും അവരെ അമർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും ഷാനിമോൾ ഉസ്മാൻ അപകടം മണത്തിരുന്നു. അവർ അകത്തേക്ക് പോയി. മാധ്യമങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ മാധ്യമങ്ങളൊന്നും ഇത് വലിയൊരു വാർത്തയാക്കിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയൊരു പൈങ്കിളി കഥയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചർച്ച മാത്രമേ ഈ വിഷയത്തിൽ ഉണ്ടായുള്ളൂ. ചെറിയാൻ ഫിലിപ്പിൻ്റെ മുഖഭാവവും ശരീരഭാഷയും വ്യക്തമാക്കുന്നത് അതൊരിക്കലും ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു ആലിംഗനമായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം നിലവിട്ടാണ് ഇന്നലെ പെരുമാറിയത്. ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും നമുക്കറിയില്ല. ചെറിയാൻ ഫിലിപ്പ് പലതരത്തിലുള്ള രോഗബാധിതരാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിക്കുന്ന മരുന്നിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ആണോ എന്നാണ് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഈ മാധ്യമങ്ങളൊക്കെ ഇതൊരു ചർച്ചയാക്കിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ വടംവലികളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഗൗരവം ചോർത്തിക്കളയേണ്ട എന്ന് കരുതി ഒരുപക്ഷെ കണ്ണടച്ചതായിരിക്കണം. പക്ഷേ പൊതു ഇടത്തിൽ വെച്ച് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ കടന്നുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, കടന്നുപിടിക്കുന്നതിന് തുല്യമാണ്, അങ്ങനെ കടന്നുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്തിൻ്റെ പേരിലായിരുന്നാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒന്നുകിൽ കോൺഗ്രസ് നേതാക്കൾ ഇതിനൊരു വിശദീകരണം തരണമായിരുന്നു, അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പിനെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിശദീകരണം തരണമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിഷയം അവിടെ അണഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇനി 2 കൊല്ലം മുമ്പുള്ള ഒരു കാര്യം എടുക്കാം. സുരേഷ് ഗോപി അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ പുത്രീവാത്സല്യത്തോടു കൂടി കൈവച്ചപ്പോൾ ഇവിടെ എന്തെല്ലാം പുകിലുണ്ടായി. മാധ്യമങ്ങളൊക്കെ പടയോടെ ഇളകി. അദ്ദേഹത്തെ കാമഭ്രാന്തൻ എന്നുവരെ വിശേഷിപ്പിച്ചു സൈബറിടങ്ങളിൽ ചില അന്തം കമ്മികൾ. അദ്ദേഹം ഒടുവിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി കൊടുത്തു. സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തു. പത്രപ്രവർത്തക സംഘടനകൾ വരെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. പക്ഷേ ഇന്നലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും സൈബറിടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വിഭാഗം ചെയ്യുമ്പോൾ മാത്രം ആ വ്യക്തിയെ കണക്കിലെടുത്ത് ആ വ്യക്തിയെ പരമാവധി അധിക്ഷേപിക്കുക, ചില വ്യക്തികൾ ചെയ്യുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും ഒരു അരോചകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല, കോൺഗ്രസ് UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. അവിടെയാണ് ഈ ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള ആൾക്കാരുടെ ഇത്തരത്തിൽ ശോഭ കെടുത്തുന്ന ഒരു പ്രവൃത്തി ഉണ്ടായത്. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ഒരുപക്ഷെ എന്തിൻ്റെ പേരിലായിരുന്നാലും, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ പോലും ചെറിയാൻ ഫിലിപ്പ് ഒരു തരത്തിലും അത്തരത്തിൽ പെരുമാറേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ ഈ വനിതാ നേതാക്കളെ മാത്രമേ അദ്ദേഹം ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എത്രയോ പുരുഷ നേതാക്കൾ വന്നു. അവർക്കൊക്കെ ഹസ്തദാനം നൽകുകയും മറ്റുള്ളവരെയൊക്കെ, ഈ സ്ത്രീകളെയൊക്കെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയാൻ ഫിലിപ്പിനെയാണ് നമ്മൾ കണ്ടത്. പൊതു ഇടത്തിൽ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തീർത്തും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഇതുവരെ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ എന്താണെന്നും നമുക്കറിയില്ല. മുമ്പ് നമുക്കറിയാം N പീതാംബരക്കുറുപ്പ് ഇത്തരത്തിൽ ഒരു നടിയുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് തന്നെയില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു രംഗപ്രവേശം. പല രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്രയും നേതാക്കളുടെ മധ്യത്തിൽ വെച്ച്, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം ആവർത്തിച്ച് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ മനോനില എന്താണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.